ലെഡ്ജറിനെ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഈ കൺഫ്യൂഷൻസ് വരാം. നമുക്കത് നോക്കാം. അപ്പോൾ ഈച്ച് ട്രാൻസാക്ഷനിൽ ഒരു ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ഒരു ലെഡ്ജറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഒരു ലെഡ്ജറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഏതൊരു ലെഡ്ജറിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ 5 ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 5 എലമെൻറ്റ്സ് പറഞ്ഞു. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിളിന് നമ്മളെന്ത് ഒരു കസ്റ്റമർ ഒരു XYZ കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു 50,000 സെയിൽ ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ഇടുക XYZ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 50,000 ഈച്ച് വരും. അപ്പോൾ XYZൻ്റെ 50,000 കൂടും, അതേപോലെ തന്നെ സെയിലും എന്ത് 50,000 വരും. നമ്മളൊരു ലെഡ്ജറിൽ സെയിൽ 50,000 ആയി, XYZ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് 50,000 കിട്ടാനുണ്ട്. വീണ്ടും ഒരു 30,000 സെയിലും കൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ എഗെയിൻ നമ്മളെന്ത് XYZ ആ പാർട്ടിൻ്റെ 30 കൂടി വിറ്റാൽ 80 തരാനുണ്ടാവും. XYZ 30,000 ടു സെയിൽ 30,000. അപ്പോൾ സെയിൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ക്രെഡിറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ആ ഡെറ്റർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ 5 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എലമെൻറ്റിൽ അസറ്റും എക്സ്പെൻഡിച്ചറും അത് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്. മറ്റുള്ള 3 ലൈക്ക് ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഇത് കൂടണമെങ്കിൽ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിച്ച് വരുന്ന ഗോൾഡൻ റൂൾ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിളിന് നമ്മളൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതൊരു ഫിക്സഡ് അസറ്റാണ്. ബാങ്കിൽ നിന്ന് നമ്മളതിന് പേയ്മെൻറ്റ് ചെയ്തു ഒരു 25,000. സോ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്കിൽ നിന്ന് 25,000 പോയി, കമ്പ്യൂട്ടറിൽ 25,000 കൂടി. ഇനി അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ വിൽക്കുന്ന പാർട്ടി ആണെങ്കിൽ ഈ കമ്പ്യൂട്ടർ അക്കൗണ്ട് എന്നായിരിക്കില്ല, അതിന് പകരം നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 25,000 ടു ബാങ്കിൽ നിന്ന് അത് പോയിട്ടുണ്ടെങ്കിൽ ബാങ്ക് 25,000. അല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് ഒരു ABC കമ്പനിക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ടു ABC കമ്പനി 25,000 വരും. അപ്പോൾ ഡെബിറ്റിൻ്റെ പരം പ്ലസ് ഡെബിറ്റ് വന്നാൽ ആ ഡെബിറ്റ് കൂടി വരും. അപ്പോൾ നമ്മൾ ആ ലെഡ്ജറിൻ്റെ പൊസിഷൻ നോക്കുക, സെയിലിൻ്റെ പരം വീണ്ടും ഒരു ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കൂടി വരും. അതേപോലെ തന്നെ ബാങ്കിൽ ഡെബിറ്റായി വീണ്ടും അതിൽ ഡെബിറ്റ് വന്നാൽ ബാങ്കിൻ്റെ ബാലൻസ് കൂടും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ അക്കൗണ്ട്സ് എന്നുള്ള സാധനം ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ഫൈനലായിട്ട് അസറ്റും എക്സ്പെൻഡിച്ചറും കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ മറിച്ച് ക്യാപിറ്റലും ലയബിലിറ്റിയും ഇൻകവും കൂട്ടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അത് കുറക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റും ചെയ്യാം.